ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹായ് ഗൈസ്, ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സ്കന്ദഷഷ്ടിയാണ്. അറിയാമല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ ഷഷ്ടി തോറും എൻ്റെ സുബ്രഹ്മണ്യ സ്വാമി സേവാസമിതി എൻ്റെ സംഘടന മാസം തോറും ഷഷ്ടിക്ക് മുടങ്ങാതെ ഞങ്ങൾ RCCയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഞാനെപ്പോഴും എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന എൻ്റെ സുബ്രഹ്മണ്യ സ്വാമി സേവാസമിതി എന്ന എൻ്റെ സംഘടനയുടെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാ മാസവും RCCയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് സ്കന്ദഷഷ്ടി ആയതുകൊണ്ട് തന്നെ ഞങ്ങളിന്ന് ഹ്യൂജ് എമൗണ്ടിലാണ് ഇന്ന് ചോറ് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാവരും കണ്ടാൽ തന്നെ മനസ്സിലാവും, എല്ലാവരും നീണ്ട നിലയിൽ ക്യൂ ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. RCCയിൽ ഒരു 12 മണി ആയതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം ഞങ്ങൾക്ക് കൊണ്ട് വെയിറ്റിംഗ് ആയിരുന്നു. രാവിലെയോടുകൂടി തന്നെ ഞങ്ങളുടെ സമിതിയിലെ മാതൃസമിതി അംഗങ്ങൾ വീട് വീടാന്തരം കയറി ഇറങ്ങി അവരുടെ പ്രവർത്തന മികവ് തെളിയിച്ചൊരു ദിവസമായിരുന്നു. അവരുടെ ഒരു പ്രവർത്തനമാണ് ഇന്നത്തെ ഒരു ഹ്യൂജ് എമൗണ്ട് ചോറ് കൂടാൻ വേണ്ടിയുള്ള പ്രധാന കാരണം എല്ലാ മാസത്തേക്കാൾ ചോറ് പൊതി ഇന്ന് കൂടുതലായിരുന്നു. 800-ന് പുറത്തായിരുന്നു ഇന്നത്തെ ചോറ് പൊതിയുടെ കളക്ഷൻ കൂടുതലും. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ നല്ല നീണ്ട നിരയായിരുന്നു ഇവിടെ കാണാൻ സാധിച്ചത്. അവരുടെ കാത്തിരിപ്പ് പോലെ തന്നെ അവരെ മനസ്സും വയറും നിറയ്ക്കാൻ ഞങ്ങൾക്ക് സാധിച്ചതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്. ഇന്ന് സ്കന്ദഷഷ്ടിയായിട്ട് ഭഗവാന്റെ പേരിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നല്ല കാര്യം തന്നെയായിരുന്നു ഇതെന്ന് ഞങ്ങൾക്ക് ഉറച്ചു തന്നെ വിശ്വാസമുണ്ട്. തിരുവനന്തപുരത്തെ RCCയെ സംബന്ധിച്ച് എത്ര ചോറ് പൊതി കൊണ്ടുവന്നാലും തികയാത്തൊരവസ്ഥയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അവർ ഒരു നേരത്തെ ആഹാരം അവർ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈസ കൊണ്ട് മെഡിസിൻ വാങ്ങാമെന്നുള്ള ചിന്തയിൽ നടക്കുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാർ. ഇതിനു പുറമെ വഴിയരികിലിരിക്കുന്നവർക്ക് നമ്മൾ വസ്ത്രദാനം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ അവർക്കും ആഹാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 മണി കൂടി തന്നെ RCCയിലെ പരിപാടി എല്ലാം ഞങ്ങൾ അവസാനിപ്പിച്ച് നേരെ പോയത് വെഞ്ഞാറമൂടുള്ള സ്നേഹസ്പർശം എന്നൊരു ഓർഫനേജിലോട്ടാണ്. കുറച്ച് അമ്മമാരവിടെ താമസിക്കുന്നുണ്ട്. ആ അമ്മമാർക്ക് എല്ലാവർക്കും ഞങ്ങൾ പുതിയ വസ്ത്രം നൽകി. ആ വസ്ത്രദാനത്തിലൂടെ ഞങ്ങൾക്കുണ്ടായ ഒരു സന്തോഷം അത് വളരെ വലുതായിരിക്കും. ഇനിയും ഈ അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ എല്ലാവരും നമ്മളെ കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.